നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ജിജി ചിലമ്പിൽ എഴുതിയ ക്രൈം ത്രില്ലർ നോവലായ ടെറർ ഓഫ് ഫ്രൈഡേ. മൈഥിലി തൻ്റെ മുറിയിലെ ടിവിക്ക് മുന്നിലായിരുന്നു. ഷാറുഖ് ഖാന്റെ പുതിയൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. മോളെ, താഴെ നിന്നും ഗോമതി വിളിച്ചു. എന്താ മമ്മി? നീ അവിടെ എന്തെടുക്കുകയാണ്? ടി വി കാണുകയാണ്. നീ ഇങ്ങോട്ട് വന്നേ, ഡാഡിയുടെ ഫോൺ. മൈഥിലി എണീറ്റ് അപ്സ്റ്റെയർ ഇറങ്ങി സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അവൾ ഗോമതിയുടെ കയ്യിൽ നിന്നും റിസീവർ വാങ്ങി. ഹലോ ഡാഡി. മോളെ, ഡാഡി 2 ദിവസം കൂടി കഴിഞ്ഞ് മടങ്ങി വരൂ. ഞാൻ ഡാഡിയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്താടാ കുട്ടാ? ഇന്ന് ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട് ഡാഡി. ഓ, ഇന്ന് ഡിസംബർ 31 ഞാൻ ആ കാര്യം മറന്നു. എവിടെയാ പരിപാടി? ഹോട്ടൽ യുവറാണിയിൽ. ഞാൻ പൊയ്ക്കോട്ടെ ഡാഡി? ഓഫ് കോഴ്സ്. താങ്ക് യു ഡാഡി. ഡാഡി, പിന്നെ മമ്മിയോട് കൂടി പറഞ്ഞേക്കണേ, ഞാൻ പറഞ്ഞ മമ്മി വിടില്ല. മോള് മമ്മിക്ക് ഫോൺ കൊടുക്ക്. മമ്മി, ഫോൺ. എന്താ ഡാഡിയും മോളും കൂടി ഒരു രഹസ്യം പറിച്ചിൽ? ഒന്നുമില്ല ഗോമതി, മോക്ക് ന്യൂ ഇയർ ഫംഗ്ഷന് പോകണമെന്ന് ഞാൻ സമ്മതിച്ചു. നിങ്ങൾ ഒരൊറ്റയാളാ മോളെ വഷളാക്കുന്നത്. അവൾ എന്ത് പറഞ്ഞാലും തുള്ളാൻ നിൽക്കുന്ന ഒരു ഡാഡി. അവൾ നമ്മുടെ ഒറ്റ മോളല്ലേടി. അതിന് പ്രായമായ പെണ്ണാ. അവളെ തോന്നിയിടത്തൊക്കെ വിടുന്നതിന് കൂട്ടു നിൽക്കുന്ന ഒരു ഡാഡി. ഇതുപോലൊരു ഡാഡിയെ വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നു തോന്നുന്നില്ല. അവൾ തനിച്ചല്ലല്ലോ, ഫ്രണ്ട്സും ഇല്ലേ? ഫ്രണ്ട്സ് ഞാനൊന്നും പറയുന്നില്ല. ഈ പ്രാവശ്യത്തേക്ക് കൂടി നീ ഒന്ന് ക്ഷമിക്കൂ ഗോമതി, അവൾ ആശിച്ചതല്ലേ. ദെൻ ഓക്കെ, ബൈ. വിശ്വനാഥൻ കോൾ കട്ട് ചെയ്തു. ന്യൂ ഇയർ പരിപാടി എന്ന് പറഞ്ഞ ആണും പെണ്ണും കള്ളുപിടിച്ച് കൂത്താടുന്നതല്ലേ. അവിടെ നിന്നെ പോലുള്ള കോളേജ് സ്റ്റുഡൻസിന് എന്താടി കാര്യം? മമ്മിയുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ന്യൂ ഇയർ പരിപാടിക്ക് വരുന്നവരൊക്കെ കള്ളുപിടിച്ച് കൂത്താടാൻ വരുന്നവരാണെന്ന്. പിന്നെ അവിടെ എന്താണ് നടക്കുന്നത്? മദ്യം കഴിച്ച ആണും പെണ്ണും കെട്ടിപ്പിടിച്ച്. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ മമ്മി, അങ്ങനെ ആഘോഷിക്കുന്നവർക്ക് ആണുമായിരിക്കും. പക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയല്ല. ആരാ നിന്റെ ഫ്രണ്ട്സ്? എനിക്കറിയാം എല്ലാത്തിനെയും. കമ്മീഷണറുടെ മകനും കോൺട്രാക്ടറുടെ മകനും. അവരെ 2 പേരെ മാത്രമേ മമ്മിക്ക് അറിയൂ. എന്നാലേ ഞാൻ പറയാം. ഡോക്ടർ സുജാത ആൻറ്റിയുടെ മകൾ സുനന്ദ, ശില്പ, സൗമ്യ, വിവേക്, ദിലീപ്. സുനന്ദയെ മമ്മി കണ്ടിട്ടുണ്ടാവുമല്ലോ. അവൾ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. മോളെ, നീ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുന്ന ഒരു ഡാഡി ഉണ്ടെന്ന് കരുതി അഹങ്കരിക്കരുത്. ദേഷ്യത്തോടെ ഗോമതി അകത്തേക്ക് പോയി. മൈഥിലി വേഗം മുറിയിലെത്തി. ടി വിയിലെ സിനിമ തീർന്നിട്ടില്ല. അവൾ മൊബൈൽ എടുത്ത് രാജീവിനെ വിളിച്ചു. രാജീവ്, ഡാഡി സമ്മതിച്ചു. മമ്മിയോ? മമ്മിക്ക് പണ്ടേ ഇതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഡാഡിയെ പിടിച്ചത്. നീ എത്ര മണിക്ക് എത്തും? എപ്പോഴെത്തണം? 10 മണി കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ തനിച്ചോ? ഞാൻ കാറുമായി വരാം. അയ്യോ, അത് വേണ്ട, മമ്മി കുറച്ച് ദേഷ്യത്തില. എന്നാ സുനന്ദയെ വിളിച്ചു നോക്ക്. ഇല്ലെങ്കിൽ 7 മണിക്ക് ഓട്ടോ വിളിച്ച് ഹോട്ടലിലേക്ക് പോരെ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി എങ്കിൽ നേരിൽ കാണാം, ബൈ. അവൾ കോൾ കട്ടാക്കി മറ്റൊരു നമ്പർ അമർത്തി. സുനന്ദേ, നീ ന്യൂ ഇയർ ഫംഗ്ഷന് വരില്ലേ? പിന്നെ ഞാനില്ലാതെ എന്താ ആഘോഷം? നിന്റെ മമ്മി സമ്മതിച്ചോ? ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. രാഹുലിനെ വിളിച്ചില്ലേ? അവൻ എപ്പോഴേ റെഡിയാണ്. നിങ്ങൾ ഇതിൽ വരണം. ഓക്കെ. മൈഥിലി വീണ്ടും ടി വിയിലേക്ക് കണ്ണു നട്ടു. തൻ്റെ ഇഷ്ടനായകൻ ഷാരൂഖിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രാജീവിന് ഷാരൂഖ് ഖാന്റെ വിദൂര ഛായ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. സിറ്റി പോലീസ് കമ്മീഷണർ മകൻ തൻ്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഡാഡിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ അവനെ തൻ്റെ ജീവിത പങ്കാളിയാക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഡാഡിയോട് സംസാരിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട്. ഡാഡി തനിക്ക് ഫ്രണ്ടിനെ പോലെയാണ്. രാജീവിൻ്റെ കാര്യം മാത്രം സംസാരിക്കാൻ ഒരു പേടി പോലെ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ടേ വിവാഹം കഴിക്കൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് രാജീവ്. ആ കാര്യത്തിൽ തനിക്കും എതിർപ്പൊന്നുമില്ല. കോടീശനായ പേൾഹിൽ വിശ്വനാഥൻ്റെ ഏക മകളാണെങ്കിലും ഒരു ജോലി താനും മോഹിക്കുന്നുണ്ട്. സ്വയം അധ്വാനിച്ച് കിട്ടുന്ന പണം ചെലവഴിക്കുന്ന സുഖം ഡാഡിയുടെ പണം ചെലവഴിച്ചാൽ ഉണ്ടാവില്ലല്ലോ. ടി വിയിൽ സിനിമ തീർന്നു. മൈഥിലി ക്ലോക്കിലേക്ക് നോക്കി. 5 മണി. മൈഥിലി അരമാറ് തുറന്ന് പുതിയൊരു ജീൻസും ബനിയനും എടുത്ത് കിടക്കയിലേക്ക് ഇട്ടു. ന്യൂ ഇയർ പാർട്ടിക്ക് ഇത് ധരിക്കാം.
താൻ ജീൻസും ബനിയനും ഇടുന്നതാണ് രാജീവിന് ഇഷ്ടം. അതിനവൻ പറഞ്ഞ കാരണമാണ് രസം. ജീൻസിലും ബനിയനിലും തൻ്റെ ബോഡി ഷേപ്പ് എടുത്തു കാണിക്കുമത്രേ. ഓർത്തപ്പോൾ കുറച്ച് നാണവും തോന്നി. സ്ത്രീക്ക് ദൈവം സൗന്ദര്യം കൊടുത്തിരിക്കുന്നത് മൂടി പൊതിഞ്ഞുകൊണ്ട് നടക്കാനല്ല, മറ്റുള്ളവരെ കാണിക്കാനും അവർക്ക് ആസ്വദിക്കാനും വേണ്ടിയാണ്. അതാണ് തൻ്റെ പ്രിൻസിപ്പിൾ. അതിലിപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഒരിക്കൽ മണ്ണാകാനുള്ള ശരീരം മൂടി പൊതിഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവൾ അണിഞ്ഞിരിക്കുന്ന ചുരിദാറിന്റെ ബോട്ടം അഴിച്ച് താഴേക്കിട്ടു. വലിയ നിലക്കണ്ണാടിക്ക് മുന്നിൽ തന്റെ സൗന്ദര്യം സ്വയം നുകർന്നു. ഏതൊരാണിനെയും വശീകരിപ്പിക്കാനും കൊതിപ്പിക്കാനുമുള്ള അങ്കലാവണ്യം തനിക്കുണ്ടെന്ന് അഭിമാനത്തോടെ അവൾ ഓർത്തു. ബെഡിൽ കിടന്ന ടർക്കി എടുത്തുകൊണ്ട് മൈഥിലി കുളിമുറിയിലേക്ക് കയറി. കുളി കഴിഞ്ഞു വന്ന മൈഥിലി ജീൻസും ബനിയനും ധരിച്ചു. നിലക്കണ്ണാടിക്ക് മുന്നിൽ സൗന്ദര്യം ഒന്നുകൂടി നോക്കി. തലമുടിയിൽ പിണച്ചു വെച്ചിരുന്ന ടർക്കി വിടർത്തി മുടിയിലെ വെള്ളം നന്നായി തുടച്ചു. പിന്നെ ചീപ്പെടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിലെ കസേരയിലിരുന്നു. മോളെ, നിനക്ക് ചായ വേണ്ടേ? ഗോമതി മുറിയിലേക്ക് വന്നു. വേണം മമ്മി. പാർട്ടിക്ക് ഇത്ര നേരത്തെ പോണോ? രാത്രിയായ ഞാൻ തനിച്ചു പോവണ്ടേ മമ്മി? ഷൺമുഖത്തെ കൂടി വിളിച്ചോ? വേണ്ട, അയാൾ കൂടെയുള്ളതാ എൻ്റെ പേടി. അതൊക്കെ നിന്റെ തോന്നല. ഡാഡിയുടെ വിശ്വസ്തനാ ഷൺമുഖം. നിനക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ ഈ ബംഗ്ലാവിൽ വന്നതാ. എനിക്ക് അയാളുടെ നോട്ടവും ഭാവവും അത്ര പിടിക്കുന്നില്ല മോളെ. ഷൺമുഖം ഊമയായതുകൊണ്ടാ അത്. എന്തായാലും അയാൾ എൻ്റെ ഒപ്പം വരണ്ട. പിന്നെ സന്ധ്യയാകുമ്പോഴേക്കും സുനന്ദ കാറുമായി വരും. അവൾ തനിച്ചോ? നീ ശാന്തയെ കൂടി വിളിക്കേ. എനിക്ക് ആരും കൂട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ മമ്മി? ഇപ്പോഴത്തെ തലതെറിച്ച പിള്ളേരുടെ കാര്യം. മോളെ, ഞാനും കൂടി വരട്ടെ പാർട്ടിക്ക്? ശാന്ത അടുത്തേക്ക് വന്നു. ബംഗ്ലാവിലെ വേലക്കാരിയാണ് ശാന്ത. സുന്ദരിയായ അവൾക്ക് 30 വയസ്സ് പ്രായം. മൈഥിലി ശാന്തയെ ദഹിപ്പിക്കുന്ന വിധത്തിലൊന്ന് നോക്കി. വേണ്ട. കണ്ണാടിയിൽ തെളിഞ്ഞ് ശാന്തയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പേൾവ്യൂവിലെ വിശ്വനാഥന്റെ മക്ക് വേലക്കാരിയുടെ കൂടെ പാർട്ടിക്ക് പോകാനുള്ള ഗതികേടുണ്ടാകുമ്പോൾ ഞാനത് അറിയിക്കാം. മൈഥിലി മന്ത്രിച്ചത് ശാന്ത കേട്ടില്ല. അതിനു മുമ്പ് അവൾ മുറിവിട്ട് പോയിരുന്നു. സ്വീകരണ മുറിയിലെ ക്ലോക്ക് 6 പ്രാവശ്യം ശബ്ദിച്ചു. അവൾ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ശാന്തെ, ചായ എടുത്തോളൂ. ശാന്ത ചായയും പലഹാരങ്ങളുമായി വന്നു. അവളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഉയർത്തിരിക്കുന്നത് കണ്ടപ്പോൾ മൈഥിലിക്ക് ചിരി വന്നു. നിന്നെ ഇങ്ങനെ കാണാനാണ് ചന്തം. പോകുഞ്ഞെ, കളിയാക്കാതെ, കൃത്രിമ ഗൗരവത്തോടെ ശാന്ത പറഞ്ഞു. മൈഥിലി ചായയും പലഹാരങ്ങളും കഴിക്കാൻ ആരംഭിച്ചു. പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, നോക്കിയും കണ്ടു നിന്നോളണം. കാലം വല്ലാത്തതാണ്, അതെപ്പോഴും ഓർമ്മ വേണം. പേൾവ്യൂവിലെ വിശ്വനാഥന്റെ മകളെ തൊടാൻ ധൈര്യമുള്ളവരാരും ഈ പട്ടണത്തിലില്ല. അഹങ്കാരം പറയല്ലേ മോളെ, നീ ഒരു പെണ്ണാണ്, വെറും പെണ്ണ്, അത് മറക്കണ്ട. മൈഥിലി എഴുന്നേറ്റ് കൈ കഴുകി. പെമ്മക്ക് പ്രായമായ മാതാപിതാക്കൾക്ക് എപ്പോഴും ആദ്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പോലും സമ്മതിക്കില്ല. ജനറേഷൻ ഗ്യാപ്പ്. അവൾ സമാധാനിച്ചു. ക്ലോക്കിൽ 7 മണിയടിച്ചു. സുനന്ദയുടെ കാർ കാണുന്നില്ല. അപ്പോൾ മൈഥിലിയുടെ ഫോൺ ചിണുങ്ങി. അവൾ ഡിസ്പ്ലേ നോക്കി. സുനന്ദയാണ്. ഹലോ. ഫോണിലൂടെ വന്ന വാർത്ത കേട്ട് മൈഥിലി ഞെട്ടിപ്പോയി. ഷൺമുഖം. മൈഥിലി ഗേറ്റിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. വാച്ച്മാൻ ഓടി വന്നു. എന്താണെന്ന അർത്ഥത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കവലയിൽ ചെന്ന് ഒരു ഓട്ടോ വിളിച്ചോണ്ട് വാ. അയാൾ തലയിലക്കിയിട്ട് തിരിഞ്ഞോടി. എന്താടി, നിന്റെ കൂട്ടുകാരി കാറുമായി വരില്ലേ? ഗോമതി അടുത്തേക്ക് വന്നു. ഇല്ല. അതെന്താ? രാഹുലിന്റെ അച്ഛനൊരു അപകടം പറ്റി ഹോസ്പിറ്റലിലാണെന്ന്. രാഹുൽ അവളെ കെട്ടാനിരിക്കുന്ന ചെറുക്കനല്ലേ? അത്ഭുതത്തോടെ മൈഥിലി മമ്മിയെ നോക്കി. നീ അത്ഭുതപ്പെടണ്ട. സുജാത കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. സുനന്ദയും രാഹുലും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചും പറഞ്ഞു. എന്നിട്ട് സുജാത ആൻറ്റി ആ വിവാഹം നടത്തി കൊടുക്കുമോ? 2 കുടുംബക്കാർക്കും എതിർപ്പൊന്നുമില്ല. രക്ഷപ്പെട്ടു. മൈഥിലി അറിയാതെ പറഞ്ഞുപോയി. ആര്? അത് അവൾ. അതെന്താടി? രാഹുലിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്നായിരുന്നു സുനന്ദയുടെ പേടി. ഈ വിവരം ഇന്ന് തന്നെ അവളെ അറിയിക്കണം. നീയായിട്ട് ഇതൊന്ന് വിളംബരം ചെയ്യാൻ പോണ്ട. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയായിട്ട് 2നെ പിടിച്ച് കെട്ടിക്കുന്നുള്ളൂ എന്നാണ് സുജാത പറഞ്ഞത്. അത് മതി. ഓട്ടോ വന്ന് മുറ്റത്ത് നിന്നു. മമ്മി, ഞാൻ ഇറങ്ങുവാ. മോളെ, സൂക്ഷിക്കണേ. മൈഥിലി ഓട്ടോയിൽ കയറി. ഷൺമുഖത്തിന്റെ കഴുകൻ കണ്ണുകൾ അവളെ മുത്തിക്കൊടുക്കുകയായിരുന്നു. ഹോട്ടൽ യുവറാണി, മൈഥിലി പറഞ്ഞു. മാഡം പേൾവ്യൂ വിശ്വനാഥൻ സാറിന്റെ മോളല്ലേ? ഡ്രൈവർ ചോദിച്ചു.
അതെ, എന്താ കാര്യം? വെറുതെ ചോദിച്ചതാ. അരമണിക്കൂറിന് ശേഷം ഓട്ടോ കൂറ്റനൊരു 5 നില മന്ദിരത്തിന്റെ മുന്നിൽ നിന്നു. നിയോൺ വിളക്കുകൾക്കിടയിൽ ഹോട്ടൽ യുവറാണി എന്ന ബോർഡ്. അതിൽ 3 നക്ഷത്രങ്ങളുടെ ചിത്രം. മുകളിൽ നിന്ന് മാലകൾ പോലെ ഞാത്തിയിട്ടിരിക്കുന്ന ഇലൂമിനേഷൻ ബൾബുകൾ. ഹോട്ടലിന്റെ മുറ്റത്തും പോർച്ചിലുമൊക്കെയായി നിറയെ വാഹനങ്ങൾ. അവിടെവിടെയായി കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ. രഹസ്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കമിതാക്കൾ. എല്ലായിടത്തും ഒരു ഉത്സവ പ്രതീതി. എത്രയായി? പേഴ്സ് തുറന്നുകൊണ്ട് മൈഥിലി ചോദിച്ചു. പൈസയൊന്നും വേണ്ട മാഡം. അതെന്താ, ഓട്ടോ സൗജന്യമാണോ? അതുകൊണ്ടല്ല, മാഡത്തിന്റെ ഡാഡിയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ നന്ദിയും കടപ്പാടും കൊണ്ടാ. ഇന്ന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി വഴിയിൽ കിടന്ന എന്നെ ആ വഴി വന്ന വിശ്വനാഥൻ സർ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുറച്ച് പണവും തന്നു. ആ നല്ല മനുഷ്യന്റെ മോളോട് ഞാൻ പണം മേടിച്ച ദൈവം പോലും പൊറുക്കില്ല. അത് കേട്ടതും മൈഥിലിയുടെ കണ്ണ് നിറഞ്ഞു. എന്താ നിങ്ങളുടെ പേര്? ഗണേശൻ. മാഡത്തിന്റെ പേര്? മൈഥിലി. പഠിക്കുകയാണോ? അതെ. ഏത് കോളേജിലാ? SN. ന്യൂ ഇയർ പാർട്ടിക്ക് വന്നതായിരിക്കും. അതെ. ഇനിയും കാണാം മാഡം. അവൾ ഇറങ്ങിയതും ഗണേശൻ ഓട്ടോ തിരിച്ചുവിട്ടു. തൻ്റെ ഡാഡിയെക്കുറിച്ച് അവൾക്ക് അഭിമാനം തോന്നി. എന്താ വൈകിയത്? രാജീവ് അടുത്തേക്ക് വന്നു. എവിടെ രാഹുലും സുനന്ദയും? അപ്പോൾ വിവരം അറിഞ്ഞില്ലേ? രാഹുലിന്റെ അച്ഛന് ആക്സിഡന്റ് ആയെന്ന് സുനന്ദ വിളിച്ചു പറഞ്ഞു. സീരിയസ് ആണോ? കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. സിറ്റി ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ രാജീവ്? ഞാൻ രാഹുലിനെ വിളിച്ചു നോക്കാം. രാജീവ് രാഹുലിന്റെ നമ്പർ അമർത്തി. എന്താടാ, നിങ്ങൾ വരില്ലേ? ഓക്കെ, ശരി. നമ്മൾ പോകണ്ട, അവരിപ്പോൾ ഇങ്ങെത്തും. ഓ ഗോഡ്, എനിക്കിപ്പോഴാണ് ആശ്വാസമായത്. ന്യൂ ഇയർ പാർട്ടി കുളമാകുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്കോ? ഞാനൊരു ഫാമിലി റൂം ബുക്ക് ചെയ്തിരുന്നു. അതിന് ആഘോഷം റൂഫ് ഗാർഡനിലല്ലേ? അതെ, അതിന് ഇനിയും സമയമുണ്ട്. അതുവരെ നമുക്ക് വിശ്രമിക്കാം. അത് വേണോ? വേണം. രാഹുലും സുനന്ദയും അങ്ങോട്ട് വന്നോളും. എങ്കിൽ പോകാം. വരൂ. അവർ ലിഫ്റ്റിൽ 3-ാം നിലയിലേക്ക് പോയി. രാജീവ് താക്കോലെടുത്ത് വാതിൽ തുറന്നു. വരൂ. ശീതീകരിച്ച മുറിയിലേക്ക് അവർ കയറി. വലിയ മുറിയുടെ അരികിൽ ചിത്രപ്പണികളുള്ള ഫാമിലി കോട്ട് കട്ടിലും വില കൂടിയ കിടക്കയും തലേണ ബെഡ്ഷീറ്റ് കൊണ്ട് കലാപരമായി അലങ്കരിച്ചിരുന്നു. ഇരിക്ക്, കുറെ അധികം സംസാരിക്കാനുണ്ട്. രാജീവ് അവളുടെ കയ്യിൽ പിടിച്ച് കിടക്കയിൽ തൻ്റെ സമീപത്തായി ഇരുത്തി. എന്താണ് സംസാരിക്കാനുള്ളത്? നമ്മുടെ വിവാഹക്കാര്യം തന്നെ. എന്താ, രാജീവിൻ്റെ ഡാഡി സമ്മതിക്കില്ലേ? ഞാൻ ഈ കാര്യം ഇതുവരെ ഡാഡിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. പറയാൻ പേടിയുണ്ടോ? ഇല്ല. പിന്നെ ഡാഡി സമ്മതിക്കില്ലെന്ന് കരുതിയിട്ടാ? അതൊന്നുമല്ല. മിഥുവിൻ്റെ ഡാഡിക്കും മമ്മിക്കും സമ്മതമാണെങ്കിൽ എൻ്റെ വീട്ടിൽ അറിയിച്ചാൽ മതിയല്ലോ. അതിനർത്ഥം എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ രാജീവ് എന്നെ കൈയൊഴിയുമെന്നാണോ? എന്ന് ഞാൻ അർത്ഥമാക്കിയിട്ടില്ല. പിന്നെ പേൾ വ്യൂ വിശ്വനാഥൻ്റെ ഏക മകൾ സിറ്റി പോലീസ് കമ്മീഷണർ അശോക് വർമ്മയുടെ മകന് അനുയോജ്യമല്ലെന്നാണോ? മിഥു, നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. രണ്ടുപേരുടെയും വീട്ടുകാർ സമ്മതിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കോടീശ്വരനും ബിസിനസ്സുകാരുമായ പേൾവ്യൂ വിശ്വനാഥന്റെ സുന്ദരിയായ മകളെ കല്യാണം കഴിക്കുന്നത് എൻ്റെ ഡാഡിയും മമ്മിയും എതിർക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാഹുലും സുനന്ദയും തമ്മിലുള്ള ബന്ധം എൻ്റെ മമ്മി അറിഞ്ഞു. എങ്ങനെ? സുജാത ആൻറ്റി മമ്മിയോട് പറഞ്ഞതാണ്. ആൻറ്റി നമ്മൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് നിന്റെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ടാവുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ മമ്മി എന്നോട് ചോദിച്ചേനെ. ഒരുപക്ഷെ നീ സത്യം തുറന്നു പറയുമോ എന്നറിയാനായി മമ്മി അറിയാത്ത ഭാവം നടിക്കുന്നതാണെങ്കിലോ? മൈഥിലി ആലോചിച്ചു നോക്കി. അങ്ങനെ ഒരു ചിന്ത മമ്മിയുടെ മനസ്സിലുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല. നീ എന്താ മെതു ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഈ വേഷത്തിൽ നീ അതിസുന്ദരിയായിരിക്കുന്നു. രാജീവിന് ഞാൻ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് എന്നതല്ലേ ഇഷ്ടം. മറ്റൊരു വസ്ത്രം കൂടി ധരിച്ചു കാണാൻ എനിക്കിഷ്ടമാണ്. അതേത് വസ്ത്രം? മിഡിയും ടോപ്പുമാണോ? അല്ല. പിന്നെ? അവൻ ചെവിയിൽ മന്ത്രിച്ചു. ചീ, പോടാ. കണ്ടോ, ഇതാ ഞാൻ പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞ വഷളത്തരം. മോശം. കാണിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല താനും. കാണിക്കുന്നതിനോ? അതെ, ഇതുപോലെ. രാജീവ് അവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. ഓർക്കാപ്പുറത്തായതുകൊണ്ട് അവൾ പൊളഞ്ഞുപോയി. ശേ, എന്താ ഇത്?
വിടൂ രാജീവ്, അവരിപ്പോൾ വരും. അപ്പോൾ വന്നില്ലെങ്കിൽ ആകാമെന്ന്. അവൻ അവളുടെ ചെവിയുടെ പിന്നിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടി. ഷോക്ക് അടിച്ചതുപോലെ രണ്ടുപേരും അകന്നു മാറി. കത്തി ജ്വലിച്ച വികാരം മഞ്ഞുകട്ട പോലെ തണുത്തുറഞ്ഞു. രാജീവ് വാതിൽ തുറന്നു. സുനന്ദയും രാഹുലും അകത്തേക്ക് കയറി. എന്താ രണ്ടുപേരും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ? ഇവിടെ അരുതാത്തത് വല്ലതും നടന്നോടി? സുനന്ദ മൈഥിലിയോട് ചോദിച്ചു. പോടി, വഷളത്തരം പറയാതെ. ഇവർ വന്നില്ലായിരുന്നെങ്കിൽ താൻ രാജീവിന് കീഴ്പ്പെട്ടു പോയനെ എന്ന് അവൾക്ക് തോന്നി. ഈശ്വരൻ തുണച്ചു. രാജീവിന് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നി. പടിക്കൽ കൊണ്ടുപോയി കലം മുടച്ചെന്ന് പറഞ്ഞതുപോലെയായി. നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട് രാഹുൽ? കുഴപ്പമില്ല, നാളെ വീട്ടിൽ പോകാം. നിനക്ക് ഹോട്ടായി എന്തെങ്കിലും വേണോടാ? ഞാൻ ഓർഡർ ചെയ്യാം. രാജീവ് ഇന്റർകോം എടുത്തു. ഹോട്ടായി 2 പെമ്പിള്ളേർ അടുത്തുള്ളപ്പോൾ ഇനി എന്തോന്ന് ഹോട്ട്? രാഹുൽ പറഞ്ഞു. അത് കേട്ട് മൈഥിലി ചിരിച്ചു. നിങ്ങൾ മുറിയൊക്കെ എടുത്ത് ഭാര്യയും ഭർത്താവും കളിക്കുകയായിരുന്നോ? സുനന്ദയ്ക്ക് സംശയം തീർന്നിരുന്നില്ല. പോടി, അവളുടെ ഒരു ചോദ്യം. നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾ. എൻ്റെ മോളെ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ തർക്കിക്കണ്ട. സുനന്ദ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. രാജീവ്, ആഘോഷം തുടങ്ങാറായി. നമുക്ക് റൂഫ് ഗാർഡനിലേക്ക് പോയാലോ? പോകാം. ഓർഡർ ചെയ്ത സാധനങ്ങൾ വരട്ടെ. നിന്റെ ഇഷ്ടം. അപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. അടുത്ത നിമിഷം പുറത്തുനിന്നും ഹൃദയം തകർക്കുന്നൊരു നിലവിളി ഉണ്ടായി. ആരാ നിലവിളിച്ചത്? മൈഥിലി ചോദിച്ചു. ന്യൂ ഇയർ പാർട്ടിയല്ലേ, വെള്ളം അടിച്ച് ഫിറ്റായി ആരെങ്കിലും വഴക്കിട്ടതായിരിക്കും. താല്പര്യമില്ലാത്ത മട്ടിൽ രാജീവ് പറഞ്ഞു. വീണ്ടും വാതിലിൽ മുട്ടുകേട്ടു. ബേററായിരിക്കും. ഓർഡർ ചെയ്ത സാധനം കൊണ്ടുവരുന്നതാണ്. വാതിൽ തുറക്ക്. രാഹുൽ വാതിലിന്റെ ബോട്ടിലെടുത്തു. തലപ്പാവ് ധരിച്ച ബേറർ സാധനങ്ങൾ നിറച്ച ട്രേയുമായി അകത്തേക്ക് വന്നു. ആ ടീപ്പോയുടെ പുറത്ത് വെച്ചേക്ക്. അയാൾ ട്രേ എടുത്ത് ടീപ്പോയുടെ പുറത്ത് വെച്ച് കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും സോഡ ഓപ്പണർ എടുത്തു. ഞങ്ങൾ സെർവ് ചെയ്തോളാം. ഓക്കെ സർ. പുറത്ത് ഒരു നിലവിളി കേട്ടല്ലോ. ആർക്കെങ്കിലും അപകടം പറ്റിയോ? ഒരാൾ റൂഫ് ഗാർഡനിൽ നിന്ന് താഴേക്ക് വീണു. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വീണപ്പോൾ തന്നെ ആള് കാലിയായിട്ടുണ്ടാവും. പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരുന്നതിനിടയിൽ ബെയറർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഓപ്പണർ എടുത്ത് തണുത്ത സോഡ പൊട്ടിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു. അപ്പോഴേക്കും രാഹുൽ വിസ്കി ഗ്ലാസുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. തണുത്ത സോഡ മധ്യ ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു. പതഞ്ഞുയർന്ന കുമിളുകളിലേക്ക് നോക്കി പെൺകുട്ടികൾ ഇരുന്നു. രാജീവ് ഒരു ഗ്ലാസ് എടുത്ത് മൈഥിലിക്ക് നേരെ നീട്ടി. അയ്യോ, എനിക്ക് വേണ്ട, ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഒരു കമ്പനിക്ക് വേണ്ടി ഈ ദിവസം നീ ഇത് കഴിച്ചേ പറ്റൂ. അവൻ നിർബന്ധിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ മധ്യ ഗ്ലാസ് വാങ്ങിച്ചു. കഴിക്കാൻ വറുത്ത കശുവണ്ടി പരിപ്പുണ്ട്, നല്ല കോമ്പിനേഷനാ. രാജീവ് പ്ലേറ്റിൽ നിന്നും അണ്ടിപ്പരിപ്പെടുത്ത് വായിലിട്ട് ചവച്ചു. അപ്പോഴേക്കും രാഹുൽ ഒരു ഗ്ലാസ് എടുത്ത് സുനന്ദയ്ക്ക് നേരെ നീട്ടി. പെട്ടെന്ന് അവളത് വാങ്ങി. കണ്ടോ, സുനന്ദയെ കണ്ടുപഠിക്കി. രാജീവ് കളിയാക്കി. അവൾക്ക് ഇതൊക്കെ നല്ല ശീലമാണ്. അതെ അതെ, ഡോക്ടർ ആൻറ്റിക്ക് മദ്യമില്ലാതെ പറ്റില്ല. മമ്മി കാണാതെ കുടിച്ച് ശീലിച്ചതാ ഇവൾ. മൈഥിലിയും വിട്ടുകൊടുത്തില്ല. ചിയേഴ്സ്. 4 ഗ്ലാസുകൾ കൂട്ടിമുട്ടി. വേഗം, മുകളിൽ ഫംഗ്ഷൻ ആരംഭിക്കാറായി. കയ്യിലിരുന്ന മധ്യ ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കിക്കൊണ്ട് രാഹുൽ പറഞ്ഞു. നീ ബാഹുലയം കോൺട്രാക്ടറുടെ മോൻ തന്നെ. കണ്ടില്ലേ, ഒറ്റ വലിക്ക് ഗ്ലാസ് കാലി. രാജീവ് ചിരിച്ചു. പിന്നെ നിന്നെപ്പോലെ പൂച്ച പാൽ കുടിക്കുന്നത് പോലെ നക്കിയാണോ മദ്യം കഴിക്കുന്നത്? എടാ, സായിപ്പന്മാര് പറയുന്നത് സിപ്പ് സിപ്പായി മദ്യം കഴിക്കണമെന്നാ. അത് അവരുടെ നാട്ടിൽ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാ 2 പെങ്കടിക്കുന്നത്. അതിനിടെ സിപ്പ് ചെയ്യാൻ എവിടെ നേരം? അണ്ടിപ്പരിപ്പ് ചവച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. രാജീവ് ഗ്ലാസ് കാലിയാക്കി. പക്ഷേ സുനന്ദയും മൈഥിലിയും പതുക്കെ സിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഒന്ന് വേഗം, ഇതെന്താ വിഷം കുടിക്കുന്നത് പോലുണ്ടല്ലോ. സുനന്ദ ഒറ്റ വലിക്ക് ഗ്ലാസ്സിലുള്ളത് മുഴുവൻ ഉള്ളിലാക്കി. മൈഥിലി വളരെ വിഷമിച്ച് കുടിച്ചിറക്കി. ഫൂ, എന്തൊരു ചവർപ്പ്. വെള്ളം കുടിച്ചുകൊണ്ട് അവൾ തലയിളക്കി. ഈ സാധനമാണോ നിങ്ങൾ ആണുങ്ങൾ മഹത്തരമാണെന്ന് പറഞ്ഞ് മൂക്കറ്റം വലിച്ചു കയറ്റുന്നത്? നീ ആദ്യമായതുകൊണ്ടാ മോളെ. 4 നേരം കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതില്ലാതെ പറ്റില്ല. നിന്റെ ഡാഡി പേൾ വ്യൂ ഇതൊന്നും കഴിക്കില്ലേ? കഴിക്കും. ആഹാരത്തിന് മുമ്പ് ഒരു പെഗ് ഞാനാ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടും നീ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
സാധാരണ നിലയിൽ വലിയ വീട്ടിലെ തന്തമാരാ മക്കളെ കുടിയന്മാരും കുടിച്ചുകളും ആക്കുന്നത്. ചെറുപ്പത്തിൽ മക്കൾക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. അവരത് കുടിച്ചു കുടിച്ച് മുതിർന്നു കഴിയുമ്പോൾ മുഴുക്കുടിയന്മാരാവും. അത് കോൺട്രാക്ടർമാരുടെയും ഡോക്ടർമാരുടെയും വീടുകളിലായിരിക്കും. അത് നീ ഞങ്ങൾക്കിട്ട് വെച്ചതാണല്ലോടി, സുനന്ദയും രാഹുലും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മതി സംസാരിച്ചത്, വേഗം വാ, മുകളിലേക്ക് പോകാം. രാജീവ് തിരക്ക് കൂട്ടി. പോകാം, പാർട്ടി കഴിഞ്ഞാൽ ഉടൻ വീട്ടിലെത്താനാണ് മമ്മിയുടെ കൽപ്പന. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത പോരെ? മതി. അവർ മൂവരും പുറത്തിറങ്ങി. രാജീവ് വാതിൽ പൂട്ടി താക്കോൽ പോക്കറ്റിൽ വെച്ചു. വാ. അവർ ഹോട്ടലിന്റെ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. മൈഥിലിയുടെ തലയ്ക്ക് പതുക്കെ ലഹരി ബാധിക്കാൻ തുടങ്ങിയിരുന്നു. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുന്നതിനിടയിൽ അവളൊന്ന് വേയിച്ചു പോയി. രാജീവ് അവളെ പെട്ടെന്ന് താങ്ങി പിടിച്ചു. മൈഥിലിക്ക് പൂസായി, രാഹുൽ കളിയാക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കഴിക്കാത്തവരെ നിർബന്ധിക്കണ്ടാന്ന്. മൈഥിലി വീഴാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന പോലെ സുനന്ദയുടെ ഒരു കൈ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവർ സ്റ്റെപ്പ് കയറി റൂഫ് ഗാർഡനിലെത്തി. ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ആളുകളുണ്ട്. സീറ്റ് മുഴുവൻ ഫുള്ളാണല്ലോ, കുറച്ച് നേരത്തെ വന്നാൽ മതിയായിരുന്നു. എന്തിന്, നമുക്ക് വേഗം പോവാം. മൈഥിലി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു. ന്യൂ ഇയർ ആഘോഷിക്കാതെ പോകാനോ? പിന്നെ നമ്മൾ എന്തിനാ വന്നത്? ആ, അവൾ കൈമലർത്തി. ഒരാൾ കസേരയിൽ നിന്ന് എണീറ്റതും രാജീവ് മൈഥിലിയെ അവിടെ പിടിച്ചിരുത്തി. കോഴിയുടെ കഴുത്ത് പിരിച്ചുവിട്ടതുപോലെ മൈഥിലി കസേരയിൽ തളർന്നിരുന്നു. സ്റ്റേജിൽ ഗാനമേള പൊടി പൊടിക്കുകയായിരുന്നു. ഓഡിയൻസ് അവർക്കൊപ്പം ആർത്ത് വിളിച്ച് ഡാൻസ് കളിച്ചു. രാഹുലും സുനന്ദയും ബാൽക്കണിയുടെ അടുത്ത് വന്ന് താഴേക്ക് നോക്കി. അവിടെ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ടു. രാഹുൽ, അത് പോലീസാണല്ലോ. ഒരുത്തൻ താഴെ വീണില്ലേ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാവും. ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണയാൾ ജീവനോടെ ഉണ്ടാകാൻ വഴിയില്ലെന്ന് അവർക്ക് തോന്നി. ആളുകൾക്കിടയിലൂടെ മദ്യവും മറ്റു സാധനങ്ങളുമായി ബേറർമാർ ഓടി നടപ്പുണ്ടായിരുന്നു. രാജീവ്, എനിക്ക് എവിടെയെങ്കിലും കിടക്കണം, ഞാനിപ്പോൾ ഛർദ്ദിക്കും. ഉറക്കപ്പിച്ചിൽ എന്ന പോലെ മൈഥിലി പുലമ്പി. ഈശ്വര, ഇത് കുരിശായല്ലോ. എണീറ്റ് വാ, മുറിയിലേക്ക് പോവാം. രാജീവ് അവളെ എണീപ്പിച്ച് കക്ഷത്തിലൂടെ കൈയിട്ട് ശരീരത്തോട് ചേർത്ത് പിടിച്ചു. എന്തുപറ്റി? രാഹുലും സുനന്ദയും അടുത്തേക്ക് വന്നു. അവൾക്ക് ഛർദ്ദിക്കണമെന്ന്. ഞങ്ങൾ മുറിയിലുണ്ടാവും, വാ. രാജീവ് അവളെ താങ്ങിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു. തിരക്കിൽ നിന്ന് അല്പം മാറി ഒരാൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അയാൾ തിരിഞ്ഞതും രാജീവിനെ കണ്ടു. അത്ഭുതത്തോടെ അയാൾ അവനെ നോക്കി. പക്ഷേ രാജീവ് അയാളെ കണ്ടില്ല. രാജീവ് മൈഥിലിയുമായി മുറിയിലെത്തി. മൈഥിലി പെട്ടെന്ന് ഓക്കാനിച്ചു. അതുവരെ കഴിച്ചതടക്കം എല്ലാം ഛർദ്ദിച്ചു. അവളുടെ ബനിയനിലും ജീൻസിലും ഛർദ്ദി വീണു. ഛേ, നാശമാക്കി. രാജീവ് അവളെ കിടക്കയിൽ കിടത്തി. വാടിയ താമര തണ്ടുപോലെ കിടക്കുകയായിരുന്നു അവൾ. ഛർദിലിന്റെ മണമടിച്ച അവനും ഓക്കാനം വന്നു. രാജീവ് അവളുടെ അഴുക്കായ ഡ്രസ്സ് അഴിച്ചു മാറ്റാനുള്ള ശ്രമം തുടങ്ങി. അവളുടെ ജീൻസും ബനിയനും അഴിച്ചെടുത്ത് ബാത്റൂമിലെ ബക്കറ്റിലിട്ടു. പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. ഇവളെ തനിക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറച്ചു മുന്നേ ഉണ്ടായ സംഭവങ്ങൾ അവൻ ഓർത്തു. തെറ്റുകളിലേക്ക് വീഴാൻ പോയപ്പോഴാണ് രാഹുലും സുനന്ദയും വന്നത്. അല്ലെങ്കിൽ ഓർത്തപ്പോൾ ശരീരത്തിൽ കുളിരു കോരി. രാജീവ് അവളുടെ ഡ്രസ്സുകൾ കഴുകി ഫാനിൻ്റെ അടിയിൽ വിരിച്ചിട്ടു. ആരെങ്കിലും വരുന്നതിന് മുമ്പ് മൈഥിലിയെ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. രാജീവ് ഡ്രസ്സ് ഉണങ്ങുന്നതും കാത്ത് സിറ്റിയിലിരുന്നു. പെട്ടെന്ന് വാതിലിൽ തട്ടുകേട്ട്. രാജീവ് ഒന്ന് ഞെട്ടി. പിന്നെ മൈഥിലിയെ വലിച്ചുയർത്തി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ബാത്റൂമിൻ്റെ മാർബിൾ പതിച്ച തറയിൽ മൈഥിലിയെ ചാരിയിരുത്തി. രാജീവ് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ വാതിൽ ചേർത്തടച്ച് മുറിയിലേക്ക് വന്നു. വാതിലിൽ മുട്ട് കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്തു. ഇല്ല, രാഹുലും സുനന്ദയുമല്ല, മറ്റാരോ ആണ്. പക്ഷേ വാതിൽ തുറക്കാത്തതുകൊണ്ട് മടങ്ങിപ്പോയിരിക്കുമോ? രാജീവ് ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ വാതിലിൻ്റെ ബോട്ടെടുത്തു. ഇടനാഴിയിലേക്ക് ഇറങ്ങിയ രാജീവ് ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. മുകളിൽ ഗാനമേള പൊടി പൊടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. രാജീവ് തിരികെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് തൂണിന് മറവിൽ നിന്നവൻ പുറത്തു വന്നത്. രാജീവ് അവനെ കണ്ട് തെല്ലെന്ന് അമ്പരന്നെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അവൻ രാജീവിൻ്റെ അടുത്തേക്ക് വന്നു. സന്ദീപ്, നീ? അതേടാ, സന്ദീപ് തന്നെ. നീ എന്താ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ? മുഖം വികൃതമാക്കി ചലിപ്പിച്ചുകൊണ്ട് സന്ദീപ് രാജീവിനെ നോക്കി. ന്യൂ ഇയർ പാർട്ടി നടത്തുന്നത് ഞാനല്ലല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞതിന് യാതൊരു അർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല.
അർത്ഥമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അവളെവിടെ? മൈഥിലി? മൈഥിലിയോ? അതെ, മൈഥിലി തന്നെ. ഇത്രയും സമയം നിന്റെ കൂടെ അവളുണ്ടായിരുന്നു. അവളെ താങ്ങി പിടിച്ചുകൊണ്ട് നീ ഈ മുറിയിലേക്കാണ് വന്നത്. സന്ദീപ് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് രാജീവിന് മനസ്സിലായി. ഇനിയും ഒളിക്കുന്നതിൽ അർത്ഥമില്ല. ഓ, മൈഥിലി. രാജീവ് ഒന്ന് ചിരിച്ചു. അവൾക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഫംഗ്ഷനിൽ പങ്കെടുക്കാതെ മുറിയിലേക്ക് പോന്നു. എനിക്ക് അവളുമായി സംസാരിക്കണം. പറ്റില്ല. കാരണം? അവളിപ്പോൾ ബാത്റൂമിലാണ്. അവിടെ സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ലല്ലോ. പുറത്തിറങ്ങില്ലേ? അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അത് നടക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താണെന്നാ ചോദിച്ചത്? മൈഥിലി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായതുകൊണ്ട്. എന്നു മുതലാണ് മൈഥിലി നിന്റെ പെണ്ണായത്? 1 മാസം മുമ്പ് വരെ അവൾ എൻ്റേതായിരുന്നു, ഈ സന്ദീപ് വിജയൻ്റെ. നീ അവളെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്നിട്ടിപ്പോൾ ഡയലോഗ് അടിക്കുന്നതാണ് നായേ. സന്ദീപ്, നീ ഇപ്പോൾ പോകൂ പ്ലീസ്. എന്നിട്ട് സുബോധത്തോടെ നാളെ വാ, നമുക്ക് സംസാരിക്കാം, രാജീവ് പറഞ്ഞു. നോ, നടക്കില്ല. ഞാനിപ്പോൾ നല്ല ബോധത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരു ലാർജ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കെട്ടൊക്കെ എപ്പോഴേ വിട്ടു. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ന്യൂ ഇയർ പാർട്ടിക്ക് വരുമെന്ന്. രാഹുൽ എന്നോട് എല്ലാം പറഞ്ഞു. അതിന് ഞങ്ങൾ ഒളിച്ചോടി വന്നതൊന്നുമല്ലല്ലോ. അറിയാം, പക്ഷേ ഇന്ന് വെറും കൈയോടെ മടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദീപ്, നീ കോളേജ് ചെയർമാനായിരിക്കും, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? ഞാൻ രണ്ടും കൽപ്പിച്ച രാജീവേ. നീ അന്ന് കോളേജ് ക്യാമ്പസിൽ വെച്ച് എന്നെ തല്ലിയപ്പോൾ ഞാൻ കൊണ്ടത് തിരിച്ചടിക്കാൻ അറിയാനിട്ടല്ല, പിന്നെ കൈ പൊങ്ങാഞ്ഞിട്ടാണോ? നിർത്തടാ. തന്ത സിറ്റി പോലീസ് കമ്മീഷണറാണെന്ന അഹങ്കാരത്തിൽ കൂടുതൽ അങ്ങ് കയറി ഷൈൻ ചെയ്യല്ലേ. നിന്റെ സ്നേഹം അവളുടെ ശരീരത്തോട് മാത്രമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾ നിന്നോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നത്. കോളേജ് ഡേയുടെ അന്ന് നീയും കൂട്ടുകാരും അവളോട് മോശമായി പെരുമാറി. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുമോ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും മൈഥിലിയെ കുറ്റം പറയില്ല. എനിക്ക് അവളെ കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലായിരുന്നു. നീ പറഞ്ഞതുപോലെ ആ ശരീരം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഞാൻ സാധിച്ചിരിക്കും. ഇല്ല, രാജീവ് ജീവനോടുണ്ടെങ്കിൽ നീ അവളെ തൊടില്ല പൊന്നു മോനെ. ചലഞ്ചാണോ? അതെ, സാധിക്കുന്ന കാര്യം മാത്രമേ ചലഞ്ച് ചെയ്യാവൂ. രാജീവ് വർമ്മ ഇതിനു മുമ്പും സാധിക്കുന്ന കാര്യം മാത്രമേ ചലഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഗുഡ് നൈറ്റ്. വീണ്ടും കാണേണ്ടി വരും. കാണാതിരിക്കാൻ പ്രാർത്ഥിക്കാം. എന്താ, നീ പഠിപ്പ് നിർത്താൻ പോകുവാണോ? നിന്നെപ്പോലൊരു വാൽമാക്രിയെ പേടിച്ച് ആരെങ്കിലും പഠിപ്പ് നിർത്തുമോ? വാൽമാക്രിയാണോ രാജവെമ്പാലയാണോ എന്ന് കാത്തിരുന്ന് കാണാം. കൊടുങ്കാറ്റ് പോലെ സന്ദീപ് നടന്നുപോയി. രാജീവ് മുറിയിൽ കയറി വാതിലടച്ച് ബാത്റൂമിലേക്ക് ചെന്നു. മൈഥിലി അതേ ഇരിപ്പ് തന്നെയായിരുന്നു. രാജീവ് പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തളിച്ചു. ഒരു ഞരക്കത്തോടെ മൈഥിലി കണ്ണു തുറന്നു. പിന്നെ പകച്ച് ചുറ്റും നോക്കി. ഒടുവിൽ രാജീവിൻ്റെ മുഖത്ത് കണ്ണുകൾ തറഞ്ഞു. എനിക്ക് എന്താ പറ്റിയത്? പറയാം, എണീറ്റ് വാ. അവൻ അവളുടെ കൈക്ക് പിടിച്ച് എണീപ്പിച്ചു. അയ്യോ! അപ്പോഴാണ് അവൾ തൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ബോധവതിയായത്. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജീൻസിലും ബനിയനിലും ഛർദി വീണതുകൊണ്ട് അത് കഴുകി ഉണക്കാനിട്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടായതെല്ലാം രാജീവ് പറഞ്ഞു. ആ സന്ദീപ് ഇവിടെയും വന്നോ? അവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. എനിക്ക് പേടിയാവുന്നു രാജീവ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ മകനാണ് നിന്റെ അടുത്തുള്ളത്. ധൈര്യമായിട്ടിരുന്നു. രാഹുലും സുനന്ദയും അടുത്തടുത്ത കസേരകളിൽ ഇരുന്ന് ഗാനമേള കേൾക്കുകയായിരുന്നു. രണ്ടുപേരുടെയും കൈകളിൽ നിറഞ്ഞ ബിയർ ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. രാഹുൽ, നമുക്ക് മുറിയിലേക്ക് പോയാലോ? രാജീവും മൈഥിലിയും തനിച്ചല്ലേ? അതിനെന്താ, അവർ കുറച്ചു നേരം തനിച്ചിരിക്കുകയോ കിടക്കുകയോ ചെയ്യട്ടെ. അതല്ല, മൈഥിലിയുടെ ക്ഷീണം മാറിയോ എന്നറിയാനായിരുന്നു. അത് മാറുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരും. നീ മിണ്ടാതിരുന്ന് പാട്ട് കേൾക്ക്. ഹായ് സുനന്ദ, രാഹുൽ. പിന്നിൽ നിന്ന് ആരോ വിളിച്ചതും രണ്ടാളും ഒപ്പം തിരിഞ്ഞു നോക്കി. ശില്പയും വിവേകും, കൂടെ സൗമ്യയും ദിലീപുമുണ്ട്. SN കോളേജിലെ പ്രേമ ജോഡികളാണ് അവരും. ഓഹോ, നിങ്ങളും വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് എന്താ, വരാൻ പാടില്ലേ? നിങ്ങൾ വരുന്ന വിവരം ഞങ്ങളോടുകൂടി വിളിച്ചു പറയാമായിരുന്നു. എവിടെ രാജീവും മൈഥിലിയും? വിവേക് തിരക്കി. വിസ്കി അടിച്ച് തലയ്ക്ക് പിടിച്ച അവളുമായി രാജീവ് മുറിയിലേക്ക് പോയി. ഇപ്പോൾ വരുമായിരിക്കും. അവർ മധുവിധം ആഘോഷിക്കുന്നുണ്ടാവും. ദിലീപ് അർത്ഥഗർഭമായി സൗമ്യയെ നോക്കി.
എന്തായാലും ആഘോഷിക്കേണ്ടതല്ലേ, കുറച്ച് നേരത്തെ ആയാ എന്താ കുഴപ്പം? നിസാര മട്ടിൽ രാഹുൽ പറഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? ഹാളിന്റെ ഏറ്റവും പിന്നിലായിരുന്നു. സന്ദീപാണ് പറഞ്ഞത് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അവൻ ഇവിടെ എത്തിയോ? കൂടെ കുറച്ച് ഗുണ്ടകളും ഉണ്ട്. എന്തോ പ്ലാൻ ചെയ്താണ് വരവെന്ന് തോന്നുന്നു. രാജീവനോട് അവന് പകയുണ്ട്, അറിയാമല്ലോ. അവൻ വിചാരിച്ച രാജീവനെ ഒന്നും ചെയ്യില്ല. ചെയ്യില്ലായിരിക്കാം, എങ്കിലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ആരോ താഴെ വീണെന്ന് പറയുന്നത് കേട്ടല്ലോ. ആരാണെന്നറിയാമോ? രാഹുൽ പെട്ടെന്ന് വിഷയം മാറ്റി. സെക്കൻഡ് ബികോമിലെ പ്രസാദാണ് താഴെ വീണത്. നേരോ? രാഹുൽ ഞെട്ടിപ്പോയി. പ്രസാദ് എങ്ങനെയാണ് വീണത്? അറിയില്ല. സ്റ്റേജിൽ ഗാനമേളക്കുള്ള അറേഞ്ച് നടക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോഴാണ് സംഭവം. ആരെങ്കിലും തള്ളിയിട്ടതാണോ? ചിലപ്പോൾ ആയിരിക്കാം. സന്ദീപിന്റെയും ഗുണ്ടകളുടെയും കൈകൾ അതിന് പിന്നിലുണ്ടാവുമോ? അങ്ങനെയും സംഭവിക്കാം. രാജീവും സന്ദീപും കോളേജിൽ വെച്ച് അടിയുണ്ടായപ്പോൾ പ്രസാദും ഉണ്ടായിരുന്നു. രാജീവിന്റെ ഭാഗത്തായിരുന്നു അവൻ. അതിന്റെ പ്രതികാരമായിരിക്കുമോ? എങ്കിൽ ആദ്യം രാജീവിനല്ലേ കൊല്ലേണ്ടത്? കുറ്റവാളി ആരാണെന്ന് പോലീസ് തീരുമാനിക്കട്ടെ. പ്രസാദ് മരിച്ചോ അതോ? താഴെ വീണപ്പോഴേ തീർന്നെന്നാ കേട്ടത്. ഇത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണ ബാക്കിയുണ്ടാവുമോ? പാവം, കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു. സന്ദീപാണ് ഇതിന് പിന്നിലെങ്കിൽ തക്കതായ കാരണമില്ലാതിരിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ രാജീവുമായുള്ള പ്രശ്നം. ആ നിസ്സാര പ്രശ്നത്തിന് സന്ദീപ് ഇങ്ങനെ കാണിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ താഴെ ഗ്രൗണ്ടിൽ കാണണം. ഞങ്ങൾ രാജീവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. തീർച്ചയായും. രാഹുലും സുനന്ദയും രാജീവിന്റെ മുറിയുടെ വാതിലിൽ തട്ടി. വാതിൽ തുറന്നു. ഗാനമേള കഴിഞ്ഞോ? ഇല്ല, കഴിയാറായി. കിടക്കയിൽ കഴുത്ത് വരെ പുതപ്പിനുള്ളിലായിരുന്നു മൈഥിലി. ഇവളുടെ ഹാങ് ഓവർ മാറിയില്ലേ? അതൊക്കെ മാറി. ഛർദിച്ച് കുളമാക്കിയ ഡ്രസ്സ് കഴുകി ഉണങ്ങാൻ വിരിച്ചത് കണ്ടില്ലേ? അത് ഉണങ്ങുന്നവരെ പുതപ്പിനുള്ളിൽ കിടക്കും. സത്യം തന്നെയാണോടേ? പിന്നല്ലാതെ, ചോദിച്ചു നോക്ക്. സുനന്ദ മൈഥിലിയുടെ പുതപ്പ് ഉയർത്തി നോക്കി. അടിവസ്ത്രങ്ങളുണ്ടല്ലോ. ഞാൻ കരുതി അതും കാണില്ലെന്ന്. പോടി. സന്ദീപ് മുകളിലുണ്ട്. രാജീവ് അവൻ ഇങ്ങോട്ട് വന്നിരുന്നു. മൈഥിലിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എന്നെ ഏതാണ്ടൊക്കെ ആക്കിക്കളയുമെന്നാ പറഞ്ഞത്. ഓഹോ, അവൻ ചുറ്റിക്കറങ്ങുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. നമ്മുടെ ദിലീപും വിവേകും അവരുടെ പെണ്ണുങ്ങളും മുകളിലുണ്ട്. പോകുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? നമ്മൾ പോകുമ്പോൾ വഴിയിൽ വെച്ച് ആക്രമിക്കാനാണ് സന്ദീപിന്റെ പരിപാടിയെങ്കിൽ കൂടെ ആളുകളുള്ളത് നല്ലതല്ലേ. പിന്നെ ഒരു കാര്യം അറിഞ്ഞോ? മുകളിൽ നിന്ന് വീണത് നമ്മുടെ പ്രസാദാ. എന്ത്? രാജീവ് ഞെട്ടിപ്പോയി. സന്ദീപ് അറിയാതെ പ്രസാദിന് ഒന്നും സംഭവിക്കില്ല. രാജീവ് ചാടി എഴുന്നേറ്റു. രാഹുലും സുനന്ദയും സ്തബ്ധരായിപ്പോയി. എന്താ രാജീവ്, പ്രശ്നം എന്തെങ്കിലും? രാഹുൽ ഉദ്യോഗത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഉണ്ട്, ഞാനത് പിന്നീട് പറയാം. അവൻ ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഇതുപോലൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളിവിടെ നിൽക്ക്. അവൻ പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം. കണക്കുകൾ ബാക്കി വയ്ക്കാനുള്ളതല്ല. രാജീവ്, വേണ്ട പ്ലീസ്. മൈഥിലി കെഞ്ചി. സന്ദീപാണ് പ്രസാദിനെ തള്ളിയിട്ടതെങ്കിൽ അതിനുള്ള തെളിവുകളൊന്നും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. തെളിവുകൾ ഞാൻ ഉണ്ടാക്കും. രാജീവ്, എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. അവനാണ് ഈ കൊടുംചതി ചെയ്തതെങ്കിൽ അവനെ വെറുതെ വിടരുത്. ആദ്യം സത്യം അറിയണം. രാജീവ്, രാഹുൽ പറഞ്ഞതാണ് ശരി, മൈഥിലി പറഞ്ഞു. നീ എണീറ്റ് ഡ്രസ്സ് ധരിക്കടി. പാർട്ടി കഴിഞ്ഞ ആളുകൾ പോകാൻ തുടങ്ങി. സുനന്ദ മൈഥിലിയെ നോക്കി. ബെഡ്ഷീറ്റ് മാർത്തു വെച്ച് ഉടുത്തുകൊണ്ട് മൈഥിലി എഴുന്നേറ്റ് ജീൻസും ബനിയനും ഉണങ്ങിയോന്ന് നോക്കി. നനവ് തീർത്തും മാറിയിട്ടില്ല. അത് ഇട്ട് കഴിയുമ്പോൾ മാറിക്കോളും. വേഗം. സുനന്ദ ധൃതി കൂട്ടി. നിനക്കെന്താടി ഇന്ന് ഇത്ര തിരക്ക്? നിന്റെ ഇളയച്ചൻ വീട്ടിലില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? നിന്നെ അയാൾക്കല്ലേ പേടി? കഠാര, വെട്ടുകത്തി തുടങ്ങിയ മാരകായുധങ്ങളുമായി അയാളെ ആക്രമിക്കാൻ ചെല്ലുന്നതുകൊണ്ട്. നിലവിട്ട് എൻ്റെ അടുക്ക പെരുമാറിയ ഏത് ഇളയച്ചനാണെങ്കിലും വിവരം അറിയും. സുനന്ദയുടെ മുഖത്ത് ദേഷ്യം ഇരമ്പിക്കയറി. കവിൾത്തടം തക്കാളി പോലെ ചുവന്നു. നിന്റെ പപ്പ ഇട്ടേച്ച് പോയപ്പോ മമ്മി അന്തിക്കൂട്ടിന് കൊണ്ടുവന്ന ആളല്ലേ? അയാള് കാരണമാ എൻ്റെ പപ്പ നാട് വിട്ടുപോയത്. അതിന്റെ കടുപ്പ് തീരണമെങ്കിൽ ആ ദുഷ്ടം മരിക്കണം. മൈഥിലി ജീൻസും ബനിയനും ധരിച്ചു. ഇവള് കാരണം നമ്മുടെയൊക്കെ ന്യൂ ഇയർ പാർട്ടി നാശായി, രാഹുൽ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മോനെ, എനിക്ക് ബ്രാൻഡിയും വിസ്കിയും ഒന്നും വേണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ കേട്ടോ? നിർബന്ധിച്ച് കഴിപ്പിച്ചു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ തന്നെയാണ് പരിപാടി കുളമാക്കിയത്. മതി, 12 കഴിഞ്ഞു, പോകാം, രാഹുൽ വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു.
രാജീവ് റിസപ്ഷനിലേക്ക് വിളിച്ച് റൂം വെക്കേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഒന്നും മറന്നു വെച്ചേക്കരുത്. പ്രസാദിന്റെ മരണത്തെക്കുറിച്ചൊരു പോലീസ് അന്വേഷണം ഉണ്ടായാൽ ചിലപ്പോൾ നമ്മളൊക്കെ പ്രതികളായി മാറും. ഒന്ന് പോടാ. ആരൊക്കെ പ്രതികളാണെന്ന് നിങ്ങൾ കണ്ടോ? അവർ മുറി പൂട്ടി ഇടനാഴിയിലേക്ക് ഇറങ്ങി. ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുത്തവർ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഒഴുകി. ചിലർ മുറ്റത്ത് റോഡിലുമായി കൂട്ടം കൂടി നിന്നിരുന്നു. വാഹനങ്ങൾ സ്റ്റാർട്ടായി ഗേറ്റിന് പുറത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. ഗേറ്റിൽ ട്രാഫിക് ബ്ലോക്കായി. തിരക്ക് കുറയട്ടെ, എന്നിട്ട് കാർ എടുക്കാം, രാജീവ് പറഞ്ഞു. എങ്കിൽ ഞാൻ ദിലീപിനെയും സംഘത്തെയും നോക്കിയിട്ട് വരാം. രാഹുൽ പോയതും രാജീവും മൈഥിലിയും സുനന്ദയും ഒരു മരച്ചുട്ടിലേക്ക് മാറി നിന്നു. ആ കഴിവേറി പോയോ? രാജീവ് ചുറ്റും നോക്കി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.